രാം നാരായൺ രാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ആളുകൾ ഭരണഘടനയെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാണെന്ന് ആണ്. എങ്ങനെ ഭരണഘടനയെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാകുന്നു? എല്ലാവർക്കും അറിയേണ്ടതും അത്യന്താപേക്ഷിതവുമാണ്. ഭരണഘടന ഡോബി ആർ അംബേദ്കർ താൻ ആഗ്രഹിച്ചിട്ട് സൃഷ്ടിച്ചതല്ല. അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം തിരുത്തലുകൾ നടത്തി. അംബേദ്കർ ഭൂമിയിൽ നിന്നുള്ള വ്യക്തിഗത ഉടമസ്ഥാവകാശം നീക്കം ചെയ്യാൻ ആഗ്രഹിച്ചു. ദരിദ്രരെ സഹായിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ നെഹ്റു അങ്ങനെ അനുവദിച്ചില്ല. അംബേദ്കർ നെഹ്റു തൻ്റെ പാർട്ടിയിലെ അംഗമാക്കി പോലും ചേർത്തില്ല. അംബേദ്കർ നെഹ്റുവും ചേർന്ന് ഭരണഘടന നിർമ്മിച്ചപ്പോഴും അതിൽ നിന്ന് വ്യക്തിഗത ഉടമസ്ഥാവകാശം ഫോർ ചെയ്തില്ല. രാഹുൽ ഗാന്ധി വ്യക്തിഗത ഉടമസ്ഥാവകാശം നീക്കം ചെയ്യണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? രാഹുലിന് ഗാന്ധി എന്ന തലക്കെട്ട് എങ്ങനെ ലഭിച്ചു? ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും ഗാന്ധി കുടുംബത്തോട് ചോദിക്കണം. അവരുടെ പേരിനൊപ്പം ഗാന്ധി എന്നത് അവർ എന്തിന് ചേർക്കുന്നു? ജവഹർലാൽ നടത്തിയ എല്ലാ കാര്യങ്ങളും മഹാത്മാഗാന്ധി പിന്തുണച്ചു. കാരണം ബ്രിട്ടീഷ് സർക്കാരിനെ പ്രസാദിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ബ്രിട്ടീഷ് സർക്കാരിനെ പിന്തുണക്കാനായി നെഹ്റു അംബേദ്കറെ അടിച്ചമർത്തി. ജവഹർലാലും നെഹ്റുവും ചേർന്ന് നിരവധി കാര്യങ്ങൾ നടത്തി. അതുപോലെ തന്നെ സാഷ് ചന്ദ്രബോസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സാഷ് ബോസ് ബ്രിട്ടീഷ് സർക്കാർ ജയിലിലിട്ടത് എന്തുകൊണ്ട്? അവരെ പുറത്തെടുക്കാൻ ഇവർ ഇരുവരും എന്തുകൊണ്ടും ശ്രമിച്ചില്ല? അവർ ശ്രമിച്ചിരുന്നെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ അവരെ ഒരിക്കലും പ്രധാനമന്ത്രിയാക്കില്ലായിരുന്നു. ഇന്ന് മുന്നോട്ടു പോകുന്നത് നെഹ്റുവിൻ്റെ കുടുംബം മാത്രമാണ്. ഇനി ഭൂമിയിൽ ജീവിക്കുന്ന 150 കോടി ജനങ്ങളുടെ കുടുംബങ്ങൾ എല്ലാം ശിഖരമാണോ? അവർ മുന്നോട്ട് പോകുന്നില്ലേ? രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ കോൺഗ്രസ് പാർട്ടിയെ നിരോധിക്കേണ്ടത് തന്നെയാണ്. അംബേദ്കർ ഭരണഘടന നിർമ്മിച്ചപ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കേണ്ടതല്ലയോ? ഈ ഭൂമിയെ സംരക്ഷിക്കുന്നവനെ ദൈവം സംരക്ഷിക്കും. ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമായി മാറിയിരിക്കുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും നികുതി അടക്കുന്നു. ഇത്തരമൊരു ഭൂമിയിൽ ധനികർ എങ്ങനെ എത്തിയെന്നത് നികുതി അടയ്ക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാനുള്ള അവകാശമുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വ്യക്തിഗത ഉടമസ്ഥാവകാശം ഒഴിവാക്കണം. പ്രകൃതിക്ക് മനുഷ്യൻ്റെ പിഴവുകൾ സഹിക്കാനാകില്ല. അതിനാൽ മനുഷ്യൻ ശിക്ഷിക്കപ്പെടും. മനുഷ്യൻ പ്രകൃതിയോട് കൈകോർത്താൽ ലോകം നല്ലതാകും. ഓരോ വ്യക്തിയുടെയും കടമയാണ് കഠിനമായി പ്രയത്നിക്കുക. കാരണം പ്രകൃതിയും കഠിന പ്രയത്നം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രകൃതിയെ ആദരിക്കുക. നിങ്ങളുടെ വിവേകം മനസ്സിലാക്കുക. അതുവഴി നിങ്ങൾക്ക് തന്നെ ഗുണമുണ്ടാകും. പ്രകൃതി എന്നെ ഭൂമിയിലേക്ക് അയച്ചത് നിങ്ങൾക്ക് സത്യം പറയാനാണ്. അതുകൊണ്ട് നിങ്ങൾ മാറണം. പ്രകൃതിയുടെ വാക്കുകൾ കേൾക്കണം. ആകാശം അതാണ് യഥാർത്ഥ മാതാപിതാക്കൾ. അവരുടെ വാക്കുകൾ കേൾക്കണം. നല്ല കർമ്മങ്ങൾ ചെയ്യണം. നല്ല പ്രവൃത്തികൾ ചെയ്യണം. പ്രകൃതിയുടെ ആശയങ്ങളെ സ്വീകരിക്കണം. ഇത് എൻ്റെ വാക്കല്ല, പ്രകൃതിയുടെ സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു പ്രതിജ്ഞ എടുക്കണം. നിങ്ങൾ എല്ലാവരും ഐക്യത്തോടെ ജീവിക്കുമെന്ന്. ഇന്നത്തെ തിരക്കുള്ള ജീവിതത്തിൽ മനുഷ്യൻ മറന്നുപോകുകയാണ്. ഭൂമിയിൽ തൻ്റെതായ ഒന്നുമില്ലെന്നാണ് സത്യം. ഇന്നു നമ്മൾ സംസാരിക്കുന്ന ഈ മതം, ജാതി, ഉയരം, താഴ്വാരം ഇതെല്ലാം പ്രകൃതിയാണ് സൃഷ്ടിച്ചതെന്ന് ആണോ? അല്ല, ഇവയെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. മേഡ് ഇൻ ഹ്യൂമൻ. പ്രകൃതിയെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും അതത്ര മതിയാകില്ല. പ്രകൃതിയുടെ കാരണത്താലാണ് നാം ഇവിടെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് എന്താണ് നിലനിൽപ്പ്? പ്രകൃതിയാണ് നമ്മെ സൃഷ്ടിച്ചത്. ജീവിതം, വിവേകം,
ബുദ്ധി എല്ലാം അതിൽ നിന്നാണ്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മളുടെ വിവേകത്തിൻ്റെ ആധാരത്തിൽ ആകണം. വിവേകമാണ് നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയിക്കാനാകുന്നത്. രാം നാരായൺ രാം എന്ന മന്ത്രം സ്വയം സമ്പൂർണ്ണമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശയും ഗതിയും പോസിറ്റീവ് ആക്കി മാറ്റുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരും ഈ നാമത്തിൽ ചേർന്ന് ജീവിതം ധന്യമായി മാറ്റുക.